കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിന്ന് വീഡിയോയുമായി വന്നത് കുറച്ച് പേരുടെ സംശയം ഉണ്ടായിരുന്നു, ഭഗവാന് 16,008 ഭാര്യമാരുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതിനൊരു മറുപടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന് 16,008 ഭാര്യമാരുണ്ട്. അത് പല പ്രശ്നങ്ങൾ കാരണമൊക്കെ വന്നതാണ്. ശരിക്കും 8 ഭാര്യമാരാണ് യഥാർത്ഥത്തിലുള്ളത്. അഷ്ടലക്ഷ്മികളാണ് അവർ ശരിക്കും പറഞ്ഞാൽ രുക്മിണിയെ സ്വയംവരം ചെയ്തു. അതായത് കുണ്ടീനത്തിലെ ഭീഷ്മകൻ്റെ മകളായിരുന്ന രുക്മിണിയാണ്. അവരേനെ രുക്മിണി ദേവിയെ സ്വയംവരം ചെയ്തു. പിന്നെ കാളിന്തി സൂര്യൻ്റെ മകളാണ്. പിന്നെ മൂന്നാമത് മിത്രവിന്ദ എന്ന് പറയും. അത് വസുദേവരുടെ പെങ്ങളുടെ അവന്തിയിൽ രാജാവായിരുന്നു. അവരുടെ രാജാതിദേവിയുടെ മകളാണ്. അപ്പോൾ കുടുംബമാണ്. പിന്നെ ഉള്ളത് നഗ്നജിത്ത് എന്ന് പറയുന്ന കോസല രാജ്യത്തെ രാജകുമാരിയാണ്. അവർ നാഗജിതി എന്ന് പറയും. അതിന് സത്യ എന്ന വിളിപ്പേരിൽ അറിയപ്പെടും. അവിടെ ഒരു മത്സരമൊക്കെ ഉണ്ടായിരുന്നു. 7 കാളകളെ ബന്ധിച്ചിടുന്നവനാണ് കൊടുക്കൂന്നൊക്കെ. അത് നമ്മളെ കൃഷ്ണ ഭഗവാൻ പോയിട്ട് 7 കാളകളെയൊക്കെ ബന്ധിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് സത്യയെ കല്യാണം കഴിച്ചത്. പിന്നെ ഉള്ളത് സത്രാജിത്തിൻ്റെ മകളാണ്. യാദവശ്രേഷ്ഠനായ സത്രാജിത്തിൻ്റെ മകളാണ് പിന്നെ ബൃഹസ്സേന രാജാവിൻ്റെ മകളാണ് ലക്ഷണ. പിന്നെ ഉള്ളത് ദൃഷ്ടകേതുവിൻ്റെയും ശ്രുതകീർത്തിയുടെയും മകളാണ് ഭദ്ര എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ജാംബവാൻ്റെ മകളാണ് ജാംബവതി. അത് ശരിക്കും ആ സെമന്തക മണിയുടെ കഥയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ 8 പേരാണ് ശരിക്കും ഗുരുവായൂരപ്പൻ എന്താ പറയുക ശ്രീകൃഷ്ണൻ്റെ 8 ഭാര്യമാർ. 8 ഭാര്യമാരാണ് യഥാർത്ഥത്തിലുള്ളത്. പിന്നെ 16,000 സ്ത്രീകൾ കന്യകമാരായിരുന്നു. അത് നരകാസുരൻ എന്ന അസുരൻ കട്ട് കൊണ്ടുപോയിട്ട് തടവിലാക്കിയതാണ്. വേറൊരു രാജ്യത്തെ രാജാവിൻ്റെ മക്കളായ അവരെ ഒന്നിച്ച് നരകാസുരൻ കട്ടുകൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചു. പക്ഷേ അത് തടവിൽ പാർപ്പിച്ചു നരകാസുരനെ വധിച്ചു കൃഷ്ണൻ. വധിച്ചു നോക്കുമ്പോൾ ഈ കന്യകമാർക്ക് മറ്റാരും വേളി കഴിക്കാനുമില്ല. കാരണം അസുരൻ്റെ അവിടെ നിന്നതല്ലേ. അസുരകൻ തടവിലാക്കിയത് കാരണം ഇവരെ നാട്ടിലാരും സ്വീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ആ 16,000 കന്യകമാരെയും ശ്രീകൃഷ്ണ ഭഗവാൻ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് 16,008 എന്നുള്ള സംഖ്യ വന്നത്. അത് വളരെ രസകരമായൊരു കഥയൊക്കെ ഉണ്ടല്ലോ. പിന്നെ നാരദൻ, ഉലകം ചുറ്റുന്ന നാരദൻ കൃഷ്ണൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഈ 16,008 ഭാര്യമാരെ അടുത്തും താങ്കൾ ഒരേ സമയം എത്തുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എത്താനുള്ള സമയം ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്തായാലും താങ്കൾ ഒന്ന് പോയി നോക്കൂ, എൻ്റെ എല്ലാ ഭാര്യമാരുടെ അടുത്തൊന്ന് പോയി നോക്കൂ, അവിടെ ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ അപ്പോൾ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു മത്സരമൊക്കെ ഉണ്ടായിരുന്നു. ആ നാരദൻ എല്ലായിടത്തും ചെല്ലുമ്പോഴും അവിടെ കൃഷ്ണനുണ്ടാവും. അതങ്ങനെ ഒരു മായ. ആ മായയിലാണ് കൃഷ്ണ ഭഗവാന്റെ മായകളിലൊരു മായയാണത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 16,008 എന്നുള്ളത് ഉണ്ടായിരുന്നു. കൃഷ്ണ ഭഗവാന്റെ ഭാര്യമാരായിരുന്നു. അതിൻ്റെ കഥകൾ ഇങ്ങനെയാണ്. അപ്പോൾ സംശയം ചോദിച്ചവർക്കൊക്കെ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, നമ്മളെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ.